ഇനി ഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്കാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ അല്പസമയത്തിനകം തന്നെ ഒപ്പുവെക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ്. അമേരിക്ക ഉയർത്തിയ അധിക നികുതി ഭാരം മറികടക്കാൻ ഈ വ്യാപാര കരാർ കൊണ്ട് സാധ്യമാകുമെന്നാണ് ഇന്ത്യൻ പ്രതീക്ഷ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ത്യ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ ഒപ്പുവെച്ചത്. We now have the signing of the comprehensive framework on cooperation on mobility. This document will be signed by His Excellency Mr. Maros Sefcovic, European Commissioner for Trade and Economic Security, and Dr. S. Jaishankar, External Affairs Minister of India. ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ഇതോടെ സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത വർഷമായിരിക്കും നിലവിൽ വരിക. ഇതോടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഉയർത്തിയ അധിക നികുതി ഭാരം മറികടക്കാൻ ഈ വ്യാപാര കരാർ തുണയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, വളരെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനി അമേരിക്കൻ നികുതി ഭാരം മറികടക്കാൻ ഈ കരാർ വഴി സാധിക്കുമെന്നാണ്. കരാർ അടുത്ത വർഷമാണ് നടപ്പിലാക്കുന്നത് എന്നുകൂടി അറിയുന്നു. ഇന്ത്യ എന്തൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു വ്യാപാര കരാറിലൂടെ? വളരെ സുപ്രധാനമായ കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ആഗോള തലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ 25% ഈ രണ്ട് സമ്പദ് വ്യവസ്ഥകളിലുമായിട്ടാണ് ജീവിക്കുന്നത്. ഈ ആഗോള വ്യാപാരത്തിൽ തന്നെയായാലും ഒരു 5-1 നടക്കുന്നത് ഇവിടെയാണ്. അവിടെയാണ് വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. പ്രതിരോധ രംഗത്തും ഉൾപ്പെടെയുള്ള കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെ അടക്കമുള്ള നികുതി പൂർണ്ണമായിട്ടും സംസ്കരിച്ചവരെ ഒഴിവാക്കുകയും കാറുകളുടെ അടക്കം നികുതി എടുത്ത് കളയുകയും വളരെയധികം കുറയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കരാറാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ 110% വരെ നികുതി ഉണ്ടായിരുന്ന കാർ വില ഒരു 10% വരെ എടുത്തു കളയുകയും പല മേഖലകളിലും 90% വരെ നികുതി കുറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കരാറിലൂടെ നാം കാണുന്നത്. 150% ഉണ്ടായിരുന്ന വൈനുകളുടെ നികുതി 20% എന്ന രീതിയിലേക്ക് കുറയുകയാണ്. അതായത് ഇന്ത്യയുമായി വളരെയധികം വ്യാപാര ബന്ധമുണ്ടായിരുന്ന അമേരിക്ക തീരുവ ഭീകരത നടപ്പിലാക്കിയതോടുകൂടിയാണ് പുതിയ രംഗത്തേക്ക്, പുതിയ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കണ്ണുനട്ട് പലതരത്തിലുള്ള സഹകരണം അഭ്യർത്ഥിച്ചിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുകയും കഴിഞ്ഞ 24-ാം തീയതി മുതൽ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയും മുഖ്യാതിഥികളായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ചരിത്രം എഴുതിയ കരാർ തന്നെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ തരത്തിലുള്ള ഈ അമേരിക്കയിലെ നികുതി ഭീകരത കാരണം അമേരിക്കയുള്ള കയറ്റുമതി മുടങ്ങുകയും തിരുപ്പൂർ ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽ മേഖല തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം ഇനി പുനരുജ്ജീവിപ്പിക്കുകയും അവിടെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലായിരിക്കും, സമീപ രാജ്യങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഒരു ഗുണം ഇന്ത്യ വിപണിയിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കുറയാൻ കാരണമാകും. ഇതോടുകൂടി ആ വിപണിയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ കയറ്റുമതി നടത്താൻ കഴിയും. അതേപോലെ തന്നെ അവർക്കാണെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ വലിയൊരു വിപണിയാണ് തുറന്നു തരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നിർമ്മാണ മേഖലയിലായിരിക്കും, വാഹന നിർമ്മാണ മേഖല തുടങ്ങിയവയിൽ വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടപാടുകളുടെയും മാതാവ് എന്ന് തന്നെയാണ് ഈ കരാറിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ആ കരാർ ഒപ്പിട്ട ഒരു സുവർണ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ ഡൽഹി ഹൈദരാബാദ് ഹൗസിലാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഈ മേധാവികൾ, യൂറോപ്യൻ യൂണിയന്റെ മേധാവികൾ ഹൈദരാബാദ്. വളരെ സുപ്രധാനമായ ചരിത്രപരമായ നിമിഷങ്ങൾക്കാണ് ഡൽഹി ഉച്ചകോടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഇതുവഴി അമേരിക്കന്റെ ഉപരോധത്തെ മറികടക്കാനും കൂടുതൽ മേഖലകളിൽ, അതായത് പ്രതിരോധ വ്യാപാര മേഖലകളിൽ വലിയ സഹകരണവും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ലക്ഷ്യമിടുന്നു. അതിലേക്കുള്ള ഒരു വലിയ സുപ്രധാന നേട്ടം. കരാർ അടുത്ത വർഷമായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്.